കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കുന്നതാണ് ഈ ഫ്രൂട്ട്സൊക്കെ, അനാറ്, റോബസ്റ്റ, ഓറഞ്ച് എന്നിവ. പക്ഷേ ഇത് കഴിക്കുന്നത് നല്ലതാണെന്നറിയാം, എന്നാലും എന്തിനൊക്കെ നല്ലതാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പനിയുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. നമുക്ക് വയ്യാണ്ടെടുക്കുമ്പോൾ കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷേ നമ്മളിത് കഴിക്കും, നല്ലതാണെന്ന് മാത്രം അറിയാം, പക്ഷേ എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ അനാറാണ്. മാതളം നമുക്ക് എല്ലാവർക്കും തൊലി പൊളിക്കാൻ ഒരു മടിയായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാം 4 പുറം ഒന്ന് വരങ്ങി കൊടുത്തിട്ടൊക്കെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് തോന്നും കേട്ടോ. ഈ പൊളിച്ചെടുക്കാൻ മടിയെന്നേ ഉള്ളൂ, പക്ഷേ ഇതിന് ഭയങ്കര ഭയങ്കര ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മളെ ഹൃദയത്തിനും കരളിനും വളരെ നല്ലതാണ്. അതുപോലെ കൊളസ്ട്രോള്, നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വളരെ നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധം ശേഷിക്ക് നല്ലതാണ്. നമ്മുടെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് മാതള നാരങ്ങ. പിന്നെ വയറിളക്കം ഉള്ളവർക്ക് വയറിളക്കം ഉണ്ടാകുമ്പോൾ ഉള്ള വേദനയും അതുപോലെ എരിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാനും ഈ ഒരു മാതള നാരങ്ങ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ മാതള നാരത്തിൻ്റെ ജ്യൂസ് കുടിക്കണത് നല്ലതാണ് കേട്ടോ. ആ ജ്യൂസ് നമ്മളെ കിഡ്നി ശുദ്ധീകരിക്കാൻ നല്ലതാണ്. അതുപോലെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗർഭിണികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഭാരക്കുറവുള്ള കുട്ടികളുണ്ടാവില്ല, ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഭാരക്കുറവുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലൊരു സംഭവമാണ് ഈ മാതള നാരങ്ങ കഴിക്കുന്നത് കേട്ടോ, മാതളം കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവുമല്ലോ, അത് കുറയ്ക്കാനും വളരെ നല്ലതാണ്. പിന്നെ ക്യാൻസർ, പലതരത്തിലുള്ള ക്യാൻസറൊക്കെ ഇപ്പോൾ ക്യാൻസറിന് ചെറുക്കുന്ന ഒരു സംഭവമാണ് മാതള നാരങ്ങ കേട്ടോ. പിന്നെ രോഗപ്രതിരോധ ശേഷീൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ നമ്മുടെ ഇടയ്ക്കൊക്കെ പനിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അധികവും ഡോക്ടർമാർ കഴിക്കാൻ പറയുന്ന ഒരു സംഭവമാണ് മാതള നാരങ്ങ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ ശേഷിക്ക് വളരെ നല്ലൊരു സംഭവമാണ് ഈ ഒരു മാതള നാരങ്ങ കേട്ടോ. പിന്നെ നമ്മുടെ ശരീരഭാരമൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ മലബന്ധം ഇല്ലാതിരിക്കാനും പിന്നെ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ, ചീത്ത കൊളസ്ട്രോൾ, അങ്ങനത്തെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനും നീക്കം ചെയ്യാനും ഈ ഒരു മാതള നാരങ്ങ വളരെ നല്ലതാണ് കേട്ടോ. അടുത്ത് നമുക്ക് ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വൈറ്റമിൻ സി ഒരുപാടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഓറഞ്ച്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും വളരെ നല്ലതാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും വളരെ നല്ലൊരു സംഭവമാണ് നമ്മുടെ ഓറഞ്ച് കേട്ടോ. പിന്നെ BP കൺട്രോൾ ചെയ്യാൻ ഒക്കെ വളരെ ഒരു നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ അയണൊക്കെ കുറവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ഈ അയൺ കുറവുള്ള ആൾക്കാർക്ക് ഓറഞ്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കണ്ണിനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഈ ഒരു ഓറഞ്ച് ഉപയോഗമാവുന്നുണ്ട്. പിന്നെ ഇത് ജ്യൂസ് ആക്കണേക്കാളും നല്ലത് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്ന കേട്ടോ. ജ്യൂസിനേക്കാളും അതിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണമെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്നത്, ജ്യൂസ് ആക്കണേക്കാളും നല്ലത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതൊരു സിട്രസ് ഫ്രൂട്ടാണല്ലോ, അപ്പോൾ ഈ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ അലർജിയൊക്കെ ഉള്ളവരുണ്ടാവും, അവർക്ക് ഇങ്ങനത്തെ ഈ ഒരു ഓറഞ്ച് കഴിക്കാൻ പാടില്ല. പിന്നെ ചില പ്രത്യേക അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർക്ക് സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെവർക്കും ഈ ഒരു ഓറഞ്ച് കഴിക്കാൻ പാടില്ല കേട്ടോ. ബാക്കി പല ഉപകാരങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്നൊക്കെ വെറും വയറ്റിലൊക്കെ വന്ന് അമിതമായിട്ട് എന്ത് സംഭവങ്ങളും അമിതമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. അതേപോലെ തന്നെയാണ് ഓറഞ്ച് ഒരുപാട് കഴിക്കരുത്. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെറും വയറ്റിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഓറഞ്ച് എടുത്ത് കഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ തൊലി നമുക്ക് ഇതേപോലെ ഒരുപാട് വേനൽക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്ന സംഭവമാണ് ഓറഞ്ച്. അപ്പോൾ അതിൻ്റെ തൊലി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. സ്കിന്നിൻ്റെ ചുളിവ് ഇല്ലാതാക്കാനും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ
കുറേ കാലം ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഓറഞ്ച് നമ്മൾ വിചാരിക്കണ പോലെ നിസാരക്കാരനല്ല. അപ്പോൾ ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്തത് നമുക്ക് റോബസ്റ്റ പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ റോബസ്റ്റ പഴം കേട്ടോ. നമ്മുടെ ഇതിൽ റോബസ്റ്റ പഴത്തിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും അതുപോലെ രക്തസമ്മർദ്ദം BP ഒക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയ ഒരു പഴമാണ് റോബസ്റ്റ. അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ വ്യായാമത്തിന് മുമ്പോ പിമ്പോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ജിമ്മിൽ പോണവരധികം ഈ റോബസ്റ്റ പഴം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അത് ഇതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ മുമ്പോ അതിന് ശേഷമോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിക്കുന്നത് മൂലം വിശപ്പ് കുറയാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും വളരെ നല്ലതാണ്. ഇതിൽ ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതൊരു പഴം കഴിച്ചാൽ നമ്മുടെ വിശപ്പ് ശമിപ്പിക്കാനും വളരെ നല്ലതാണ്. നമുക്കുള്ള ഉറക്കം അതുപോലെ വിശപ്പ് അങ്ങനത്തെയൊക്കെ എല്ലാ സംഭവങ്ങളും ഇത് കൊണ്ട് തന്നെ അതിനൊക്കെ നിയന്ത്രിക്കുന്നതുകൊണ്ട് നമുക്ക് മാനസികാരോഗ്യത്തിനും വളരെ ഒരു നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ പഴം കഴിക്കാം. നേന്ത്രപ്പഴം കഴിക്കുന്നതിനേക്കാളും ഈ റോബസ്റ്റ പഴം ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ നമ്മുടെ കാൽമുട്ടത്തേക്ക് കയ്യിലും കാലും മുട്ടത്തേക്ക് എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു പഴമാണ് റോബസ്റ്റ പഴം. ഇത് നമുക്ക് ഭക്ഷണത്തിലൊക്കെ സ്മൂത്തി ആയിട്ടോ അതേപോലെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ. റോബസ്റ്റ എല്ലാം ബദാം പിസ്ത അതുപോലെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ അതുപോലെ ജ്യൂസ് ആക്കിയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ നല്ലൊരു സംഭവമാണ് റോബസ്റ്റ കേട്ടോ. ഇത് 2 തരത്തിലുള്ള റോബസ്റ്റ ഉണ്ട് കേട്ടോ. പച്ചയാണെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ ജിമ്മിന് പോണവരൊക്കെ ഇതേപോലെ നമ്മൾ ഈ ഒരു കളറുള്ള പഴം ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ വാങ്ങാറ്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഫ്രൂട്ട്സ് നല്ലതാണെന്ന് അറിയാമെങ്കിലും ഇതിൻ്റെ ഇത്രയും ഗുണങ്ങളൊന്നും നമുക്ക് അറിയാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.